ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി വീട്ടിൽ ആത്മഹത്യ ചെയ്തു. വലിയകത്ത് വീട്ടിൽ നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു. പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് ഫസീലയുടെ വാട്സാപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. ശരത്ത് ചേരുകയാണ്. ശരത്ത്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഷമി, ഇന്നലെ രാവിലെയായിരുന്നു കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശിയായിട്ടുള്ള കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളായിട്ടുള്ള ഫസീല ആത്മഹത്യക്ക് ശ്രമിച്ചത്. 1 വർഷവും 7 മാസം മുമ്പാണ് ഫസീലയും നൌഫലും തമ്മിലുള്ള വിവാഹം നടന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫസീലയ്ക്ക് ഭർത്തൃ വീട്ടിൽ പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫസീല ബന്ധുക്കൾക്ക് അയച്ച ഒരു വാട്സാപ്പ് സന്ദേശത്തിൽ അത് പറയുന്നുണ്ട്. ഫസീലയുടെ ആദ്യ കുഞ്ഞിനെ 10 മാസമായിട്ടുള്ളൂ. രണ്ടാമത് വീണ്ടും ഫസീല ഗർഭിണിയായി. ഇതിനെ തുടർന്ന് നൌഫലുമായിട്ട് തർക്കമുണ്ടാകുകയും നൌഫൽ ഫസീലയെ ഉപദ്രവിച്ചതായിട്ടും ഈ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് നൌഫലിന്റെ വീട്ടിൽ വെച്ച് ഫസീല ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യ ശ്രമിച്ച് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫസീല മരിച്ചിരുന്നു. ഈ വാട്സാപ്പ് സന്ദേശം കണ്ട് എത്തിയ ബന്ധുക്കളുടെ അടുത്ത് ഈ വിവരം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമവും നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ തലകറക്കം മൂലം ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് നൌഫലിന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട്, ഈ സന്ദേശം അറിഞ്ഞതോട് കൂടിയിട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ആശുപത്രിയിലെത്തിയ നൌഫല് ഇത്തരത്തിൽ ബന്ധുക്കളോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. തനിക്കൊരു ചെറിയ തെറ്റുപറ്റി എന്ന് നൌഫൽ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവരെയും, നൌഫലിനെയും നൌഫലിന്റെ മാതാവിനെയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നൌഫൽ കസ്റ്റഡിയിലുണ്ടായിരുന്നു. നൌഫലിന്റെ മാതാവിനെയും അല്പം മുമ്പാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരുടെയും അറസ്റ്റ് ഇരിങ്ങാലക്കുട പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഷമി.